തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ മുന്നേറ്റമാണ് BJP നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് LDFന് കനത്ത ആഘാതം നൽകി BJP. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത് 10 സീറ്റാണ്. 10 സീറ്റ് കിട്ടിയില്ലെങ്കിലും 8 സീറ്റിൽ BJPക്ക് പ്രതീക്ഷയുണ്ട്. ആ 8 സീറ്റുകളാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. തിരുവനന്തപുരത്ത് BJP ഇപ്പോഴത്തെ സ്ഥിതിയിൽ നേടാൻ പോകുന്നത് 3 സീറ്റുകളാണ്. അതിലൊന്ന് നേമം, 2 വട്ടിയൂർക്കാവ്, 3 കഴക്കൂട്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഈ 3 മണ്ഡലത്തിലും അസൂയാവഹമായ കുതിപ്പാണ് നടത്തിയത്. അതുപോലെ തന്നെ കാട്ടാക്കടയും BJPക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എങ്കിലും ഈ 3 മണ്ഡലം നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവ BJP നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊല്ലത്ത് ചാത്തന്നൂരിൽ BJP കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നിരുന്നു. അവിടെ CPI മത്സരിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ചാത്തന്നൂരിൽ നല്ലൊരു ഫൈറ്റ് നടത്തിയാൽ BJPക്ക് അത് പിടിച്ചെടുക്കാനാകും എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. ആലപ്പുഴയിൽ കായംകുളം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. ഏറെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ കായംകുളം സ്വന്തമാക്കാൻ BJPക്ക് സാധിക്കും. ഇനി തൃശ്ശൂരാണ്. തൃശ്ശൂർ 2 സീറ്റുകളാണ് BJP ലക്ഷ്യമിടുന്നത്, തൃശ്ശൂരും പുതുക്കാടും. ഈ 2 സീറ്റുകൾ നല്ലൊരു ഫൈറ്റ് നടത്തിയാൽ BJPക്ക് സ്വന്തമാക്കാം. ഇനി കാസർഗോഡാണ്. കാസർഗോഡ് പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് നഷ്ടമായ നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് ഒരു നല്ല പോരാട്ടം നടത്തി മഞ്ചേശ്വരം പിടിച്ചെടുക്കുക BJPക്ക് എളുപ്പമാണ്. അങ്ങനെ വരുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ BJP ശുഭപ്രതീക്ഷ വയ്ക്കുന്നു. BJPക്ക് ശുഭപ്രതീക്ഷയുണ്ട് എന്നാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്. തിരുവനന്തപുരത്ത് BJP വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്ത് LDFൻ്റെ കോട്ട കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കി BJP മുന്നേറിയത് LDFനെ പോലും അത്ഭുതപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ഒരുങ്ങുകയാണ് BJP. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങൾ അവിടെയൊക്കെ BJPയുടെ സമഗ്ര ആധിപത്യമാണ് കണ്ടത്. നഗരപ്രദേശങ്ങളിൽ തിരുവനന്തപുരം സെൻട്രലിൽ മാത്രമാണ് BJPക്ക് അല്പം പിന്നോട്ട് പോകേണ്ടി വന്നത്. മറിച്ച് നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും ഒരു ശക്തമായ മുന്നേറ്റം എന്നുള്ളതിൽ അപ്പുറം ഒരു വൈറ്റ് വാഷ് തന്നെ നടത്തി BJP എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങൾ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും BJPക്ക് സ്വന്തമാകും എന്നുള്ളത് ഉറപ്പാണ്. കൊല്ലത്ത് BJP അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചാണെങ്കിൽ ചാത്തന്നൂരാണ് അവർക്ക് ഏറ്റവും സേഫായ സ്ഥലം. ചാത്തന്നൂരിൽ അവർ ശക്തമായൊരു പോരാട്ടം നടത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് തുറക്കാനാവും. ആലപ്പുഴയിൽ കായംകുളത്ത് കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എല്ലായിടത്തും വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കായംകുളം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് ആലപ്പുഴയിലെ കായംകുളം. തൃശ്ശൂർ, പുതുക്കാട് ഈ 2 മണ്ഡലങ്ങൾ BJP മൃഗീയമായ ലീഡാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ലീഡ് നിലനിർത്താൻ ആയില്ലെങ്കിലും തൃശ്ശൂരും പുതുക്കാടും അവർ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം തന്നെയാണ്. ഇനി കാസർഗോഡ്, മഞ്ചേശ്വരവും. ചുരുക്കത്തിൽ 10 സീറ്റ് നേടാനാണ് BJP ആഗ്രഹിക്കുന്നതെങ്കിലും 10ൽ 8 സീറ്റെങ്കിലും BJPക്ക് നേടാൻ കഴിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അനുസരിച്ച് ആണെങ്കിൽ.